بك خير الخلق كلهم والتف بعبدك في الدارين إن له صبرا متى تدعو الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇതാണ് പണ്ടാരോ പറഞ്ഞില്ലേ ചെല്ലിക്കോളി മൗലായാന്ന്. ആ മൗലായാണ് ചെല്ലിയും കൊണ്ടിരിക്കുന്നത്. 4 പുറം ഇരുന്നിട്ട് കുറേ പൊട്ടന്മാരിരുന്നിട്ട് മൗലായ ചെല്ലുണ്ട്. അതിൻ്റെ നടുവിലൊരു മയ്യത്ത് കിടക്കുന്നുണ്ട്, ജീവനുള്ള മയ്യത്ത്. ഇനി ആ ജീവനുള്ള കള്ളുത്തുണി എടുത്തിട്ട് ഷർട്ട് ഇടാതെ ആ കിടക്കുന്ന ആ മയ്യത്തുണ്ടല്ലോ, അത് മരിച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് കുഴിച്ചിടും. എന്നിട്ട് അവിടെ ജാറം പൊക്കും. എന്നിട്ട് പിന്നെ ഈ മൗലായ ചൊല്ലിയിരുന്നോലൊക്കെ ഇതിൻ്റെ നേർച്ച കമ്മിറ്റിയാവും. മുരീദന്മാര്, ഖാദിമീങ്ങള്. എന്നിട്ട് വന്നോളിയും മൗലായ ചൊല്ലിക്കോളിയും പെട്ടിയിലിട്ടോളിയും, ആ പെട്ടിയിലിട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോളി, ഞങ്ങൾ എടുത്തിട്ട് പുട്ടടിക്കുക. ഇതാണ് പരിപാടി. കുറച്ചും കൂടി കേൾക്കാം നമുക്ക്. ണറിയല്ല, സത്യാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. കേട്ടോ കാര്യങ്ങള്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അവിടെ ഒരുത്തിരുന്നിട്ട് കാല് തിരുമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാല് തിരുമ്പിയ ഓനിക്ക് പ്രത്യേക പുണ്യം ഉണ്ടാവും തോന്നുന്നു അല്ലേ? എന്നിട്ട് അതിന് മൗലായ 4 ഓർ ഇരുന്നിട്ട് ഒരു ജീവനുള്ള മയ്യത്തിന്റെ 4 ഓർ ഇരുന്നിട്ട് മൗലായ ഇങ്ങനെ ചെല്ലുക. ഇനി ലാസ്റ്റ് പോലെ ചെല്ലും, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മദാ യാ ഗാസിയൽ കറമി അജല്ലിഖോളി മൗലായ സല്ലി വസല്ലിന്ദാഹി മന്നബദ എന്നുള്ള പാട്ടും പാടിക്കൊണ്ടിരിക്കും. ഒരു ജീവനുള്ള മയ്യത്ത് എങ്ങനെയെങ്കിലും അന്ന് കാലുമ ഞെക്കിക്കൊല്ലാണ്. ആ കാലുമ ഞെക്കുന്നത് കൗത്തിൽ ഞെക്കിയാൽ മതി, പെട്ടെന്ന് പോലെ കാര്യങ്ങൾ നടക്കും. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ആളുകൾ മരിച്ചാലാണ് ജാറം പണി എളുപ്പമാകുന്നത് എന്നുള്ളതാണ്. ആർക്കെങ്കിലും ആ കാലുപിടുത്തം കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഞമ്മക്കാവുന്ന കാണാം. والآل والصحب ثم التابعين له أهل التقى والنقى والعلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مرنهات عذابات الباني ريح صبا وأتراب العيسى هادي العيس بالنغم مولاي صل وسلم دائما. നിങ്ങളെ മൗലായ അവിടെ ഒരാള് തലക്കുമ്പാത്തിരിക്കണ എനിക്ക് തോന്നുന്നു മരിച്ചോ നോക്കുകയാണ്. മരിച്ച വേഗം കുഴിച്ചിട്ടാ പിന്നെ ജാറുണ്ടാക്കാലോ. ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ഇതുപോലെ ഒരു ജീവനുള്ള മയ്യത്തിനെ കടത്തിയിട്ട് 4 ഓർ ഇരുന്നിട്ട് മൗലായ ചെല്ലാൻ ആരുടെ ചങ്ങായിമരങ്ങളെ പഠിപ്പിച്ച് അല്ലേ? അല്ല, അതറിയണല്ലോ. ഇങ്ങനെ ഒരു മൗലായ ചെല്ലാൻ ആരെങ്ങളെ പഠിപ്പിച്ച്? മരിച്ചിട്ട് ചെല്ലാൻ പറ്റുമോ ചെല്ലാൻ പറ്റൂല, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുപോലൊരു ജീവനുള്ള മയ്യത്തിനെ കടത്തിയിട്ട് ഇങ്ങനെ മൗലായ ചെല്ലാൻ ആരെങ്ങളെ പഠിപ്പിച്ച? ആ സമയത്ത് ആ മയ്യത്തിനെ നീപ്പിച്ച് വിട്ടിട്ട് അച്ചാട്ടി വിട്ടിട്ട് 10 ദിക്റിയിൽ കൂടെ അല്ലേ, 10 അള്ളാന്റെ റസൂലിന്റെ പേരിൽ 10 സലാത്തിൽ കൂടെ. അപ്പൊ പറയും ബൂസരി ഉണ്ടാക്കിയത്. ഏത് ബൂസരി ഉണ്ടാക്കിയത് ഇസ്ലാമിൽ തെളിവ്? ഇവിടെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദീനിന് അപ്പുറത്ത് ഏതൊരു പൂസരി ഉണ്ടെന്നാലും അതൊന്നും നമ്മൾ എടുക്കൂല, പൂസാരിനോട് കൊണ്ടുപോയിക്കോളാൻ പറയും. അത്രേ ഉള്ളൂ ഇവിടെ പറയുവാണെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോന്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.